മഴ പെയ്താൽ മതി. രചന നിസാം PS. അവതരണം ലക്ഷ്മി ജ്യോതി സായികൃപ. മഴ പെയ്താൽ മതി. ഓഫീസിലെ ജനലിലൂടെ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഒന്നു നിന്നു. ലാപ്ടോപ്പിന്റെ സ്ക്രീൻ മങ്ങി. AC-യുടെ തണുപ്പ് മാറി. പെട്ടെന്ന് ഞാൻ 7th Aയിലെ ആ കുട്ടിയായി. അവിടെ കണക്ക് പീരീഡ് ആയിരുന്നു. മാഷ് ബോർഡിൽ Xഉം Yഉം എഴുതുമ്പോൾ ഞങ്ങൾ 4 പേരും ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. മഴ തുടങ്ങിയിരുന്നു. ബെല്ലടിച്ചതും ഞങ്ങൾ വേറെ ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. ബാഗുമെടുത്ത് ഒരൊറ്റ ഓട്ടം. സ്കൂളിന്റെ മുറ്റം ഒരു ചെറിയ കടലായി മാറിയിരിക്കുന്നു. ഞാൻ ആദ്യം ചവിട്ടി. വെള്ളം തെറിച്ച് 3 പേരുടെയും യൂണിഫോമിൽ. അവർ ദേഷ്യപ്പെട്ടില്ല. പകരം ചിരിച്ചുകൊണ്ട് അവരും ചാടി. അവളുടെ കയ്യിൽ ഒരു പഴയ കുടയുണ്ടായിരുന്നു. 4 പേർക്ക് അത് തികയില്ല. എന്നിട്ടും ഞങ്ങൾ 4 പേരും അതിന്റെ കീഴിൽ തിങ്ങി നിന്നു. നനഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ചിരിയും ഞങ്ങളുടെ സ്വപ്നങ്ങളും കൂടിയാണ്. ഒരു പൊതിച്ചോറ്, 4 സ്പൂൺ. അവൾ എല്ലാവർക്കും വാരി തന്നു. അമ്മയുടെ കൈപുണ്യം 4 വായിലൂടെ അലിഞ്ഞു. ദൂരെ നിന്നും PT സാറിന്റെ കറുത്ത കുട കണ്ടപ്പോൾ ഞങ്ങൾ ഓടി. പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിക്കും ഒരു മധുരമുണ്ടായിരുന്നു. കാരണം കൂടെയോടാൻ 3 പേരുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും 4 നഗരങ്ങളിലാണ്. 4 ജോലി, 4 തിരക്ക്. പക്ഷെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ മതി. ഡാ, ഇവിടെ മഴ. പിന്നെ വീഡിയോ കോൾ. 4 മുഖം, 4 ചിരി, ഒരേ ഓർമ്മ. ബെഞ്ച് പങ്കിട്ടവർ, ചോറ് പങ്കിട്ടവർ, PT സാറിന്റെ വഴക്ക് പങ്കിട്ടവർ. ഇന്ന് ദൂരങ്ങൾ പങ്കിടുന്നു, തിരക്കുകൾ പങ്കിടുന്നു. എന്നിട്ടും ജീവിതം പങ്കിടുന്നു. മഴ പെയ്താൽ മതി. പ്രായം മറക്കും, സ്ഥാനം മറക്കും. ഞാൻ വീണ്ടും 7th Aയിലെ ആ കുട്ടിയാവും. കാരണം ചില സൗഹൃദങ്ങൾക്ക് കാലം ഒരു നമ്പർ മാത്രമാണ്. ഇന്നും മഴ പെയ്യുമ്പോൾ ഞാൻ ജനലിലൂടെ നോക്കും. എൻ്റെ കൂടെ 3 പേർ കൂടി അവരവരുടെ ജനലിലൂടെ അതേ മഴ നോക്കുന്നുണ്ടാവും. ഞങ്ങൾ 4 പേരും ഒരേ മഴ. മഴ വരുമ്പോൾ മാത്രം തിരിച്ചു വരുന്ന ചില ബാല്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും മധുരം.